ഓം സൈറാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ചാനലിലെ ഒരു സബ്സ്ക്രൈബറായ ഒരു ഡിവോട്ടി എന്നോട് ചോദിച്ചൊരു ഡൗട്ടിനെ കുറിച്ചാണ് കേട്ടോ. കാരണം ആ ഡൗട്ട് അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അത് ഞാൻ കുറച്ചുകൂടി ആലോചിച്ചപ്പോൾ നമ്മുടെ ഒരുപാട് ഡിവോട്ടീസിനുള്ളൊരു ഡൗട്ടായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം നമ്മൾ ഈ കലിയുഗത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന, ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെന്ന് പറയുന്നത് പല തരത്തിൽ പല രീതിയിലാണ്. അത് എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നൊക്കെ നമുക്ക് വർണ്ണിക്കാനും പോലും പറ്റാത്തത്ര ബുദ്ധിമുട്ടുകളാണല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് ആ ഡിവോട്ടി ഇന്നലെ എന്നോട് ചോദിച്ചത് ഇതാണ്: ബാബ എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ ബാബ എന്നോടുകൂടെയുണ്ട്, ബാബയുടെ ഒരു അനുഗ്രഹം എനിക്കും ലഭിക്കും എന്നുള്ളതിന് എന്താണ് ഒരു തെളിവ്? അല്ലെങ്കിൽ എന്താണ് അതിനൊരു പ്രൂഫ് എന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ആ ഡിവോട്ടി എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ആ കമൻറ്റിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെ അതിനുള്ളൊരു ഉത്തരമുണ്ട്. ബാബ എന്ന് പറഞ്ഞാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബാബ എങ്ങനെയാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണോ ബാബയെക്കുറിച്ച് നിങ്ങൾ അറിയാനിടയായത് അത് തന്നെയാണ് അതിനുള്ളൊരു ഉത്തരവും. പക്ഷേ കുറച്ചുകൂടി പറഞ്ഞാൽ ആ ഡിവോട്ടി അത് ചോദിക്കാൻ കാരണം എന്താണ്? അവരെ അനുഭവിക്കുന്ന അത്രയും ചിലപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരത് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡൗട്ട്സുള്ള വേറെയും ഒരുപാട് ഡിവോട്ടീസ്, ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഡിവോട്ടീസ് ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്, ബാബ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് പറയുന്നത് നമുക്ക് ബാബയെ അറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ബാബയുടെ ഒരു സായി ബാബ അല്ലെങ്കിൽ സായി എന്നുള്ള ഒരു പേരായിക്കോട്ടെ, ബാബയുടെ ഒരു ചിത്രം കാണാനിടയായതായിക്കോട്ടെ, ബാബയുടെ ഒരു അമ്പലം സന്ദർശിക്കാൻ കഴിഞ്ഞതായിക്കോട്ടെ, ബാബയുടെ ഉധിയെക്കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞതായിക്കോട്ടെ, എന്തിന് നമ്മുടെ കയ്യിൽ നമ്മളറിയാതെ സായി സച്ചരിത്ര എന്ന ബുക്ക് ഒരുപാട് ഡിവോട്ടീസ് കമൻറ്റ് ചെയ്യാറുണ്ട്, എൻ്റെ കയ്യിൽ ബുക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ബാബയെക്കുറിച്ച് അറിയുന്നതെന്ന്. അങ്ങനെയുള്ള രീതിയിലായിക്കോട്ടെ, എങ്ങനെയോ നമ്മൾ സായിബാബയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാബ നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. 2, ഞാൻ മുൻപ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാബയെ കൂടുതൽ അടുത്തറിയുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് വലിയ വലിയ ചാലഞ്ചസ് എന്ന് പറയില്ലേ. ദുഃഖമാണെങ്കിൽ ദുഃഖത്തിൻ്റെ അങ്ങേ അറ്റമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ കഷ്ടപ്പാടാണെങ്കിൽ അതിൻ്റെ അങ്ങേ അറ്റമായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ബാബയെ പ്രാർത്ഥിച്ചു തുടങ്ങിയ സമയം മുതലാണല്ലോ എനിക്ക് ഇത്രയും ഒരു പ്രോബ്ലംസ് എൻ്റെ ജീവിതത്തിൽ വരുന്നത് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാം. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും കർമ്മഫലം എന്നൊന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളാകാം, മുൻപ് പാസ്റ്റ് നമുക്കൊരു ലൈഫ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ജന്മത്തിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്സുകളാകാം. അതൊക്കെ നമ്മൾ ഈ കലിയുഗത്തിൽ ഒരു മനുഷ്യജന്മമായി മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തോടൊപ്പം നമ്മൾ അതുപോലുള്ള വേദനകളും നമ്മൾ അനുഭവിക്കണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അന്ന ചിഞ്ചാനിക്കറിനെ കുറിച്ച് ബാബ പറഞ്ഞത് എന്താണ്? അദ്ദേഹം ബാബയുടെ വലിയൊരു ഭക്തനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ കർമ്മഫലം അനുസരിച്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദുഃഖം അദ്ദേഹത്തിന് കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഓരോ മനുഷ്യർക്കും, നമ്മൾ പുറമേ ചിരിച്ച് കാണുന്ന ഓരോ മനുഷ്യരുടെ ഉള്ളിലും അവർ പല രീതിയിലുള്ള ദുഃഖങ്ങളായിരിക്കാം അല്ലേ അവർ കൊണ്ട് നടക്കുന്നത്. അതൊക്കെ അവരുടെ കർമ്മഫലം അനുസരിച്ചാണ്. പക്ഷേ നമ്മൾ ബാബയെ അറിയുന്ന നിമിഷം തുടങ്ങി ബാബ ആ ഒരു കർമ്മഫലം നമ്മളിൽ നിന്ന് മാറ്റാനുള്ള പല കാര്യങ്ങൾ ചെയ്യും. ആ ഒരു സമയം, അത് നീങ്ങുന്ന ആ ഒരു സമയമാണ് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വേദനയുടെ എക്സ്ട്രീം ലെവലെന്ന് പറയില്ലേ. അതുകൊണ്ടാണ് ബാബയെ നമ്മൾ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ നിങ്ങളെല്ലാവരും നോക്കിയാൽ അറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ബാബ വന്ന സമയം മുതൽ മാക്സിമം 1 വർഷമെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നത് വല്ലാത്ത സ്ട്രഗിൾസ് ആയിരിക്കാം. കാരണം നമ്മുടെ കർമ്മഫലങ്ങൾ ബാബ തീർക്കുന്ന ഒരു വഴി കൂടിയാണ് അത് എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് നല്ലൊരു വിജയം നമ്മുടെ ജീവിതത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വിലമതിക്കാത്ത ഒരു സക്സസ് ആണ് ഇതെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. അതിനെയൊക്കെ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അനുഭവിച്ചത് ഏറ്റവും വലിയ കഷ്ടപ്പാടും ദുഃഖങ്ങളുമായിരിക്കാം. അത് തന്നെയാണ് കർമ്മഫലം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത്. ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും. അതുപോലെ നമ്മൾ
നമ്മളിപ്പോൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്ന സമയം എപ്പോഴാണ്? നമുക്ക് ഒരുപാട് കഷ്ടങ്ങളും വേദനകളും ഒക്കെ വരുമ്പോഴാണല്ലേ. അപ്പോൾ നമ്മൾ ബാബയെ കൂടുതൽ അടുക്കാനും ബാബയെക്കുറിച്ച് കൂടുതൽ അറിയാനുമായി ബാബ നൽകുന്ന ഒരു അവസരമായി നമ്മൾ അതിനെ കണക്കാക്കുക, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. കാരണം ബാബ എന്ന് പറയുന്നത് ഇന്നും ഫിസിക്കൽ ഫോമിൽ ഇല്ലെങ്കിൽ പോലും ബാബ ഇന്ന് സദാ നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക കേട്ടോ. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ മോശം സമയങ്ങളിലും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വാചകം ബാബ പറഞ്ഞ 11 വാഗ്ദാനങ്ങളിലൊന്നാണ്. ഞാൻ എൻ്റെ അസ്ഥികൾ പോലും നിങ്ങളോട് സംസാരിക്കും എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കാരണം അതിലും പവർഫുള്ളായിട്ടൊന്നുമില്ല ബാബയെക്കുറിച്ച് ഓർക്കാൻ. കാരണം തൻ്റെ അസ്ഥികൾ പോലും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ബാബയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. ബാബയെ നമ്മൾ പരിപൂർണമായിട്ടും എപ്പോഴും ആലോചിക്കുക, പരിപൂർണമായിട്ടും നമ്മൾ സർവസ്വ ശരണാഗതി. ബാബ എപ്പോഴും എല്ലാ ഭക്തന്മാരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധ സബൂരി. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 2 വാക്കുകളാണ്, ശ്രദ്ധ സബൂരി. പക്ഷേ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു ആവശ്യം നമ്മൾ ബാബയോട് പറയുന്ന സമയത്ത്, അതിനൊരു കാലതാമസം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് ബാബയെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ അവിടെ നമ്മൾ മറന്നു പോകുന്നത് ബാബ നമ്മളോടോയി പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. എന്താണ്? ശ്രദ്ധ സബൂരി. കാരണം വിശ്വാസവും ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് കേട്ടോ. അത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബാബ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മുടെ ആ ഒരു ഭക്തി കൂടും. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സാഹചര്യവും നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാനുള്ള ബലം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ വരുന്ന ഓരോ സ്ട്രഗിൾസും നിങ്ങൾ ഓർക്കുക, നമ്മളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ബാബ തരുന്ന ഒരു അവസരമായി നിങ്ങൾ കണക്കാക്കുക. അതുപോലെ തന്നെ ബാബ എന്നെയും സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉദാഹരണമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷിരഡിയിൽ ബാബ മഹാസമാധിക്ക് മുമ്പ് ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്ന വ്യക്തിയായിരുന്നു അല്ലേ, കുഷ്ഠരോഗിയായ ഭാഗോജി ഷിൻഡെ. ആ ഭാഗോജി ഷിൻഡയെ ബാബയുടെ എല്ലാ കാര്യങ്ങളും ബാബയെ സേവിക്കാൻ അവസരം കൊടുത്തൊരാളാണ് നമ്മുടെ മഹാനായ സദ്ഗുരു സായിബാബ. അങ്ങനെയുള്ള ബാബ എങ്ങനെയാണ് നമ്മുടെ ഭക്തിയെയോ നമ്മളെയോ മാറ്റി നിർത്താൻ ബാബയ്ക്ക് സാധിക്കുന്നത്? ബാബയെ ഷിരഡിയിൽ കാണാൻ വന്ന ഭൂരിഭാഗം ഡിവോട്ടീസ് എന്ന് പറയാൻ പറ്റില്ല, ഭൂരിഭാഗം ആൾക്കാരും എങ്ങനെയായിരുന്നു? ബാബയെ പരീക്ഷിക്കാൻ വന്നവരുണ്ട്, ബാബ എന്താണ് അറിയാൻ വന്നവരുണ്ട്, ബാബയിൽ വിശ്വസിക്കാതെ വന്നവരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മടക്കം എങ്ങനെയായിരുന്നു? ബാബയിൽ വളരെ വലിയൊരു ഭക്തിയോടെയായിരുന്നു അവരുടെ മടക്കം. അതുമാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ബാബയെ വിശ്വസിക്കാതെ വന്നവർക്ക് പോലും ബാബ നൽകിയത് വലിയ വലിയ അനുഗ്രഹങ്ങളായിരുന്നു ബാബയുടെ ഓരോ ഭക്തന്മാർക്കും. അതുകൊണ്ട് തന്നെ ബാബ എൻ്റെ ഭക്തി ഏറ്റെടുക്കുമോ, എന്നെ ഏറ്റെടുക്കുമോ, എൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ളൊരു സംശയമേ വേണ്ട. അങ്ങനെ തോന്നുന്ന സമയത്ത് നിങ്ങൾ ഭാഗോജി ഷിൻഡയെ ഓർക്കുക കേട്ടോ. കാരണം ബാബയുടെ മഹാസമാധി വരയ്ക്കും ബാബയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബാബയുടെ കൂടെ നിർത്തി ബാബയുടെ കയ്യിൽ ഒരു മുറിവ് വന്ന സമയത്ത് അതിനെ പരിചരിക്കാൻ പോലും ബാബ അവസരം കൊടുത്തത് ഭാഗോജി ഷിൻഡയ്ക്കായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഭക്തിയും ബാബ ഏറ്റെടുക്കും. നമ്മളെ കൊടുക്കുന്ന, നമ്മൾ ആത്മാർത്ഥമായി മനസ്സോടുകൂടി ബാബയ്ക്ക് നൽകുന്ന കുറച്ച് വെള്ളമായാൽ പോലും ബാബ അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് എപ്പോഴും ഓർക്കുക, എപ്പോഴും ചിന്തിക്കുക. ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നുകൊള്ളട്ടെ, പക്ഷേ ഞാൻ നടക്കുന്നതിന് മുമ്പ് ആ വഴി ബാബ എനിക്ക് വേണ്ടി നടന്നു തീർത്തിട്ടുണ്ടെന്നാണ് ഞാൻ എപ്പോഴും മനസ്സിൽ വിശ്വസിക്കുന്നതും ഞാൻ കൊടുക്കുന്ന വിഷ്വലൈസേഷനും അതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളും അങ്ങനെയുള്ള ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകൂ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബാബ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും മനോഹരമായി നിങ്ങൾക്ക് നടത്തി തരും കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഓം സായിറാം.